പനിക്കുന്ന മോളെ, എഴുന്നേറ്റ് പല്ലൊന്ന് തേച്ചിട്ട് വാ. അമ്മ കട്ടൻ ഉണ്ടാക്കി തരാം, എന്നിട്ട് മരുന്ന് കഴിക്കാം. കുറവില്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാട്ടോ. അവളെ ചുട്ടുപൊടുന്ന കവിളിലും തലയിലും ഒക്കെ തലോടിക്കൊണ്ട് ആര്യ പറഞ്ഞു. മറുപടിയെ വേദ് മെല്ലൊന്ന് മോളിക്കൊണ്ട് വീണ്ടും കണ്ണുകൾ അടച്ചു കിടന്നു. വേദുമോളെ, അമ്മയുടെ കുഞ്ഞിന് മരുന്ന് കഴിച്ചിട്ടും പനി ഒട്ടും കുറഞ്ഞില്ലല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, എഴുന്നേറ്റേ. രാവിലെ മരുന്ന് കൊടുത്ത് അപ്പൊ ഒന്ന് ചൂട് കുറഞ്ഞെങ്കിലും 11 മണിയുടെ അടുത്തപ്പോൾ വേദിന് ചൂട് കൂടി. അതോടെ പേടിയായിരിക്കെ. വേണ്ടമ്മ, വിറച്ചുണ്ടവൾ മെല്ലെ പറഞ്ഞു. പറ്റില്ല മോളെ, ഇനിയും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. നീ എഴുന്നേറ്റ് വാ, അമ്മയ്ക്ക് പേടിയാവുന്നുണ്ട്. പാടിക്കുഴഞ്ഞുള്ള അവൾ ആ കിടപ്പ് കണ്ട് നിറഞ്ഞുപോയ മിഴികൾ അമർത്തി തുടച്ചുണ്ട് ആര്യ പറഞ്ഞു. വേണ്ട, സൂചി കുത്തും. എനിക്ക് പേടിയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ. കടുത്ത പനിച്ചൂടിൽ വിറച്ചുണ്ട് പകുതി മയക്കത്തിൽ വേദുമെല്ലാം പറഞ്ഞു. വാശി കാണിക്കല്ലേ മോളെ. അവളെ ചുറ്റിപ്പിടിച്ച് വാരിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ആര്യ പറഞ്ഞു. വേണ്ടമ്മ, ദേഹമൊക്കെ വേദനിക്കുന്നു, എനിക്ക് കിടന്നാ മതി. അവളുടെ കയ്യിൽ ഒതുങ്ങാതെ ചുരുണ്ടു കൂടിക്കൊണ്ട് ആ കുഞ്ഞു പെണ്ണ് പറഞ്ഞു. വേദു മോളെ. അവളുടെ കിടപ്പ് കണ്ട് വിങ്ങിക്കരഞ്ഞുകൊണ്ട് ആര്യ വിളിച്ചു. എന്താ എന്താ ആര്യേ, എന്തിനാ കരയുന്നേ? അവളുടെ കരച്ച ശബ്ദം കേട്ട് ചോദിച്ചുകൊണ്ട് മുറിയിലേക്ക് ഓടിക്കയറി വന്ന രാധിക. അവർക്ക് പിന്നാലെ ദേവലാദിയുടെ നിവിയും അഞ്ജുവും ഉണ്ടായിരുന്നു. അമ്മ, എന്റെ മോളെ വല്ലാതെ പനിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അഭി ഒന്ന് വിളിക്കാമേ. വേദുവിന്റെ തല മടിയിൽ എടുത്തു വെച്ച് തലയിലും കവിളിലും ഒക്കെ തലോടിക്കൊണ്ട് കരച്ചിലോടെ ആര്യ പറഞ്ഞു. അവനെ എങ്ങനെ വിളിക്കും? ഇന്ന് കുറച്ച് ദൂരെയാണ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയത്. വേവലാതിയോട് പറഞ്ഞിട്ട് അവർ വേദുവിന്റെ കഴുത്തിലും നെറ്റിയിലുമൊക്കെ തൊട്ടുനോക്കി. നന്നെ പനിക്കുന്നുണ്ടല്ലോ ഈശ്വര. അഭി പോകും മുൻപ് ചോദിച്ചതല്ലേ ആശുപത്രിയിൽ പോകണമെന്ന്. അന്നേരം നീയാണ് സമ്മതിക്കാതിരുന്നത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്തിനാ? നീ പെട്ടെന്ന് റെഡിയാവ്. ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മോളെ. ഇന്നിങ്ങനെ കരയല്ലേ. കരഞ്ഞു തളർന്നിരിക്കുന്ന ആരോട് പറഞ്ഞിട്ട് വേഗം മുറിക്ക് പുറത്തേക്ക് പോയി രാധിക. വാടി തളർന്ന് കിടക്കുന്ന വേദുനെ ഒന്ന് നോക്കിയിട്ട് നിവി വേഗം ഫോണിട്ട് നിരഞ്ജനെ വിളിച്ചു. ആന്റി, ഓട്ടോ എന്ന് വിളിക്കണ്ട, ഏട്ടൻ ഇപ്പൊ വരും. നമുക്ക് വേദുനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഇട്ടിരുന്ന നൈറ്റി മാറ്റി ഒരു സാരി വാരിച്ചുറ്റി ഇറങ്ങി രാധികയ്ക്ക് അടുത്തേക്ക് ഓടി വന്ന് നിവി പറഞ്ഞു. അയ്യോ, രഞ്ജുട്ട് അവിടെ നിന്ന് ഇങ്ങ് വരണ്ടേ മോളെ. അതിനൊരുപാട് താമസിക്കില്ലേ. നീ എന്തിനാ ഇപ്പൊ രഞ്ജുനെ വിളിക്കാൻ പോയത്? സാരി ഒതുക്കി കുത്തിവെച്ച് പേഴ്സ് കയ്യിലെടുക്കുന്നിടയിൽ ചോദ്യം. താമസിക്കില്ല, ഏട്ടൻ ഇപ്പൊ എത്തും ആന്റി. ഞാൻ വിളിക്കുമ്പോ ഏട്ടൻ ഇങ്ങോട്ട് വേദുനെ കാണാൻ വരുന്നുണ്ടായിരുന്നു. എത്താനായി, വേഗം റെഡിയായി നിൽക്കാനാണ് എന്നോട് പറഞ്ഞത്. അവർക്കൊപ്പം ആര്യയുടെ റൂമിലേക്ക് നടക്കുമ്പോൾ നിവി ധൃതിയിൽ പറഞ്ഞു. എന്നാ പിന്നെ അത് മതി. രാവിലെ ഗുളിക കഴിച്ചിട്ടും കൊച്ചിനൊട്ടും കുറവില്ല. പെട്ടെന്ന് പനി വരാൻ എന്താണാവോ കാരണം. പനിച്ചൂട് കൊണ്ടാണോ എന്തോ, കണ്ണൊക്കെ നീര് വെച്ചതുപോലെ ഉണ്ട്. ആദ്യം നിവിയോടും പിന്നെ സ്വയമായിട്ടും പറഞ്ഞിട്ട് അവർ വേദുവിന്റെ അടുത്തേക്കിരുന്നു. അവള് കൺപോളി മെല്ലെ തൊട്ടു. അവർ പറയുന്ന കേട്ട് കുറ്റബോധത്തോടെ മുഖം കുനിച്ചു ആര്യ. ഇന്നലെ താനുമായുള്ള ആ വർത്തമാനവും തുടർന്ന് അവൾ കരഞ്ഞതുമാണ് ഇന്ന് വേദു ഈ കിടപ്പ് കിടക്കുന്നത് എന്നോർക്കെ അവളിലെ അമ്മയ്ക്ക് വല്ലാതെ വേദനിച്ചു. ആ വേദന അടക്കി പിടിച്ച കരച്ചിലായി പുറത്തേക്ക് തെറിച്ചു. ചേച്ചി, ഇങ്ങനെ കരയാതെ പോയി വേഷം മാറ്റി വായോ. നമുക്ക് വേദുട്ടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ആര്യയുടെ ഏങ്ങലടി കേൾക്കെ നിവി അവളുടെ തോൾ പിടിച്ച് തന്നോട് ചേർത്തുകൊണ്ട് അലിവോടെ പറഞ്ഞു. എനിക്ക് എനിക്ക് ഡ്രസ്സ് മതി നിവി. എന്റെ മോള് അവളുടെ കിടപ്പ് എനിക്ക് കാണാൻ വയ്യ. ഞാൻ കാണാം. എന്റെ ഈ നശിച്ച വാശി കാണാണ് എന്റെ പൊന്നുമോള് ഇങ്ങനെ. നിവിയെ കെട്ടിപ്പിടിച്ച് അവളെ തോളിൽ മുഖം അമർത്തിക്കൊണ്ട് വിറച്ച് വിറച്ച് ആര്യ പറഞ്ഞു. എന്താടി പറയുന്നേ? നീ എന്ത് കാണിച്ചിട്ടാണ് കൊച്ചിന് പനി വന്നത്? അതിന്റെ മനസ്സ് വല്ലാതെ നോവിച്ചോ നീയെ? പൊടിക്കുഞ്ഞല്ലേ ആര്യ അവള്. അവളെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ദേഷ്യത്തിൽ രാധിക ചോദിച്ചു. കാര്യം എന്തെന്നറിയാൻ എന്ന പോലെ അഞ്ജുവും നിവിയും ആര്യയെ നോക്കി. അമ്മ, ഞാന് മോള് എന്തോ ഉണ്ടായതെന്ന് പറയടി. രാധിക ഒച്ച ഉയർത്തി. അവരുടെ ആ ഭാവമാറ്റം കാണെ കരഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി വേദ കല്യാണക്കാരും പറഞ്ഞതും പിന്നീടുണ്ടായ സംസാരവും ഒക്കെ വിക്കി 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 പറഞ്ഞു ഒപ്പിച്ചു ആര്യ. അവൾ പറഞ്ഞതൊക്കെ കേട്ട് രാധിക തലയിൽ കൈവച്ചിരുന്നു പോയി. അഞ്ജു നിവിയെ ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി. വേദമോളെ. നിരഞ്ജന ശബ്ദം ആ മുറിയുടെ വാതിൽക്കൽ കേൾക്കെ ആര്യ പറഞ്ഞത് അവൻ കേട്ടു കാണുമോ എന്നൊരു വെപ്രാളത്തോടെ മൂവരും മുഖം തിരിച്ച് അവനെ നോക്കി. ആരെയും നോക്കാതെ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറി ബെഡിൽ വാടിക്കുഴഞ്ഞു കിടന്ന ആ കുഞ്ഞിനെ വാരിയെടുത്ത് തോൾക്കിടത്തി നിരഞ്ജൻ. ആരാ ഹോസ്പിറ്റലിൽ കൂടെ വരുന്നത്? കടുത്ത ശബ്ദത്തോടെ തറപ്പിച്ചൊരു നോട്ടം ആര്യയുടെ മുഖത്തേക്ക് നോക്കിയാണ് നിരഞ്ജൻ ചോദിച്ചത്. അഞ്ജു നിവിയും ഇവിടെ നിൽക്കട്ടെ, ഞാനും ആരെയും വരാൻ മോനെ. കടുപ്പത്തിലൊന്ന് മൂളിക്കൊണ്ട് വേദുവുമായി പുറത്തേക്ക് നടന്നു നിരഞ്ജൻ. അവന് പിന്നാലെ തന്നെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളുമായി ആര്യയും രാധികയും ഉണ്ടായിരുന്നു. നിവി. ഉമ്മറത്തെ അരത്തിണ്ണയുടെ ഉരുളൻ തുണിൽ പിടിച്ച് ഗേറ്റിന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നിവിയുടെ അടുത്തേക്ക് വന്നു നിന്നിട്ടാണ് അഞ്ജു വിളിച്ചത്. എന്താടി പെണേ, ആകെ ശോകമടിച്ച് നിൽക്കുന്നത്? അവരിപ്പോ ഇങ്ങ് പോരും.
നിവിയുടെ അടുത്തുനിന്ന് ആ മുഖം പിടിച്ച് തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ജു. ഏട്ടനാകെ ദേഷ്യമായെന്ന് തോന്നുന്നു അഞ്ജു. ദേഷ്യം വന്നാ ഏട്ടൻ അങ്ങനെ സംസാരിക്കില്ല. ആരോടാണോ ദേഷ്യം ആ ആളോട് കുറച്ചു ദിവസം മിണ്ടാതിരുന്ന് കളയും. ഇന്ന് എന്നോട് ദേഷ്യമായെന്ന് തോന്നുന്നു. എന്റെ മുഖത്ത് പോലും നോക്കിയില്ല ഏട്ടൻ. വീതുമ്പെന്ന് ചുണ്ടുകളുടെ നിവി പറഞ്ഞു. വേദുമോളെ, അങ്ങനെ കണ്ട ടെൻഷനും പിന്നെ ആരീച്ച് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ കേട്ടതിന്റെ ദേഷ്യമാവുമടി. നീ വിഷമിക്കാതെ തിരികെ വരുമ്പോ ഏട്ടനൊക്കെ ആയിട്ടുണ്ടാകും. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നിവിയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അഞ്ജു. മോൾക്കൊട്ടും വയ്യ, എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റുന്നില്ല. ഒന്ന് വേഗം വരൂ ഏട്ടാ എന്ന് ചോദിച്ചപ്പോ തന്നെ ഞാൻ നേരത്തെ വിളിച്ചു പറയാതെ ഇത്രയും വയ്യാതെയാവും വരെ നോക്കിയിരുന്നോ എന്ന് ചോദിച്ച് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. പറയുമ്പോൾ നിവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. നീ അതോർത്ത് വിഷമിച്ച് നിൽക്കല്ലേ നിവി. അതൊക്കെ അപ്പോഴത്തെ വെപ്രാളം കൊണ്ട് പറഞ്ഞതാകും രഞ്ജി ചേട്ടൻ. നീ വാ, നമുക്ക് അകത്തേക്ക് പോയി കയറിയിരിക്കാം. ട്രിപ്പ് ഇട്ടതല്ലേ ഉള്ളൂ, അതൊക്കെ തീർന്നോ അവരിങ്ങെത്തുമ്പോ 2 മണിക്കൂറെങ്കിലും ആകും. മടിച്ചെന്ന് നിവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അഞ്ചു വീടിനുള്ളിലേക്ക് നടന്നു. ഏട്ടന്റെ മുഖം മാറിയാ എനിക്കത് സഹിക്കാൻ പറ്റില്ല അഞ്ചു. ഏട്ടൻ വന്ന് ദേഷ്യയില്ല എന്ന് കണ്ടാലേ എനിക്ക് സമാധാനമാകൂ. വാടി മുഖത്തോടെ പറയുന്നവളെ കാണേ അഞ്ജുവിന് പാവം തോന്നിപ്പോയി. ഹോസ്പിറ്റലിൽ എത്തിയതും വേദനെ കാഷ്വാലിറ്റിയിലേക്കാണ് മാറ്റിയത്. ഒരു ഇഞ്ചക്ഷനും ട്രിപ്പും ഇട്ടതോടെ മെല്ലെ മയങ്ങിയവൾ. വേദമോൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ആന്റി, അവളിപ്പോ ഓക്കെയാണ് എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ. പിന്നെയും എന്തിനാ നിങ്ങൾ രണ്ടും ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ട്രിപ്പിട്ട് കിടക്കുന്ന വേദുവിന്റെ അരികിൽ നിറകണ്ണുകളോടെ ഇരിക്കുന്ന ആര്യയും രാധികയും നോക്കി നിരഞ്ജൻ പറഞ്ഞു. എന്റെ കൊച്ചി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, സഹിക്കാൻ പറ്റുന്നില്ല മോനെ. കണ്ണും കവളുമൊക്കെ അമർത്തി തുടച്ചുകൊണ്ട് രാധിക പറഞ്ഞു. ആര്യ ആവട്ടെ നിറകണ്ണുകളോടെ വേദുവിന്റെ മുഖത്തിനെ നോക്കി ക്യാനുവിലെ കുത്തിയ കയ്യിൽ മേലെ തലോടിക്കൊണ്ടിരുന്നു. അതിപ്പോ പെട്ടെന്ന് പനി വന്നതുകൊണ്ടുള്ള ക്ഷീണമാണ് ആന്റി അവൾക്ക്. ഈ ട്രിപ്പ് കഴിയുമ്പോ എന്റെ വേദമോള് ഓടിച്ചാടി നടക്കില്ലേ. വേദിയുടെ തലയിൽ തലോടിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. നിരഞ്ജൻ പറഞ്ഞതിന് രാധിക സങ്കടത്തിലൊന്നും തലയാട്ടിയതേയുള്ളൂ. ആര്യ, എടോ താൻ പുറത്തേക്ക് വരുമോ? എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. വേദമോടുള്ള നിരഞ്ജന്റെ കരുതലും സ്നേഹമൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന ആര്യ അവൻ പറയുന്നത് കേട്ടൊരു ഞെട്ടലുടെ മുഖമുയർത്തി. ഞാൻ പുറത്തു കാണും ആര്യ പറഞ്ഞിട്ട് നിരഞ്ജൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ആര്യ മുഖം തിരിച്ച് രാധികയെ നോക്കി. ചിലർ അവനെന്താ പറയാനുള്ളതെന്ന് കേൾക്ക്. ആര്യ തന്നെ നോക്കുന്നത് കാണേ പറഞ്ഞിട്ട് രാധിക വേദമോൾക്ക് അടുത്തേക്ക് ബെഡിലേക്ക് ഇരുന്നു. ചിലടി അവ നിന്നെ കാത്ത് അവിടെ നിൽക്കുമല്ലേ. മടിച്ചു നിൽക്കുന്നവളായി അവർ പറഞ്ഞു. അമ്മേ, ഞാൻ ആര്യ വല്ലായ്മയുടെ അവരെ നോക്കി എന്തോ പറയാൻ ശ്രമിച്ചു. നീ അതും ഇതും പറഞ്ഞു നിൽക്കാതെ അങ്ങോട്ട് ചെല്ലാൻ നോക്കാരിയെ. മോളെ ഞാൻ നോക്കിക്കോളാം. അവളുടെ മുഖത്ത് നോക്കാതെ അടുത്ത ബെഡുകളിലേക്കൊക്കെ ഇരിക്കുന്നവരൊന്നും ശ്രദ്ധിക്കാത്ത വിധത്തിൽ രാധിക പറഞ്ഞു. പിന്നൊന്നും പറയാനില്ലാതെ ആര്യ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ചെന്നു. ആ ആശുപത്രി വരാന്തയുടെ ഓരോ ചുമരിൽ ചാരി കൈ കെട്ടുന്ന നിരഞ്ജന്റെ മുന്നിലേക്ക് മടിയോടെയാണ് ആര്യ വന്ന് നിന്നത്. ആര്യ, താൻ എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? മുന്നിൽ വന്ന് നിന്നിട്ടും തന്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം കുനിച്ച് നിൽക്കുന്നവളോട് നിരഞ്ജൻ ചോദിച്ചു. ഞാൻ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ആര്യ ഒരു പിടപ്പോടെ പറഞ്ഞുകൊണ്ട് അവനെ മുഖമുയർത്തി നോക്കി. പിന്നെ എന്തിനാണ് എന്റെ മുന്നിൽ താൻ ഇങ്ങനെ മുഖം കുനിച്ചു നിൽക്കുന്നത്? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെ മുന്നിലും ഇതുപോലെ തല താഴ്ത്തി നിൽക്കരുത്. നെഞ്ചിൽ കൈ പിണച്ചു കെട്ട് നിന്നുകൊണ്ട് ശാന്തമായി പറയുന്നവനെ ആദ്യമായി വിടർന്ന കണ്ണുകളോടെ നോക്കി ആര്യ. ഞാൻ ചോദിച്ചതിന് ആര്യയ്ക്ക് മറുപടി ഒന്നുമില്ലേ? മുഖത്തൊരു ഭാവമാറ്റവും ഇല്ലാതെ അതേ നിൽപ്പ് എന്നുകൊണ്ടാണ് നിരഞ്ജൻ ചോദിച്ചത്. അത് പിന്നെ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. എന്ത് പറയണമെന്നറിയാതെ ആര്യ വിക്കി വിക്കി പറഞ്ഞു. എടോ ആര്യയെ, എന്നെ കണ്ടിട്ട് ഒരു പെണ്ണ് കെട്ടാൻ മുട്ടി നിൽക്കുന്ന ആളായിട്ട് ഇയാൾക്ക് തോന്നിയോ? അടുത്ത നിമിഷം നിരഞ്ജൻ ചോദിച്ചത് അതായിരുന്നു. ആ ചോദ്യത്തിൽ അവളൊന്ന് പകച്ചു പോവുകയും ചെയ്തു. അല്ല, അങ്ങനെ ഒരു ചിന്ത ഇയാൾക്ക് ഇല്ലായിരുന്നെങ്കിൽ വേദമ്മളോട് ഇന്നലെ അത്തരത്തിലൊരു സംസാരത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? എല്ലാം ഞാൻ തന്നെ തന്നോട് പറഞ്ഞിരുന്നതല്ലേ. അവളുടെ വിളറി വെളുത്തുള്ള നിൽപ്പും പതറിയുള്ള നോട്ടവും കാണി കൂടുതൽ കടുപ്പിക്കാതെ നിരഞ്ജൻ ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. വേണ്ടാത്തത് പറയണ്ട. അവന്റെ ആ വർത്തമാനം അവളെ ചെറുതായെന്നും ചോടിപ്പിച്ചു. അതേ ചോടിയോടെയാണ് അവൾ പറഞ്ഞത്. ആര്യയ്ക്ക് ദേഷ്യം വന്നോ? നിരഞ്ജൻ നേരത്തെ ഒരു ചിരിയോടെ തിരക്കി. ആര്യൊന്നും മിണ്ടാതെ അവനെ കണ്ണെന്ന് കുറുക്കി നോക്കിയ ശേഷം മെല്ലെ നോട്ടം മാറ്റി പുറത്തേക്ക് നോക്കി. അവളുടെ ആ പ്രവൃത്തി കാണാൻ നിരഞ്ജനും വേദി ഓർമ്മ വന്നു. അവളുടെ കുറുമ്പ് നിറഞ്ഞ കാട്ടായങ്ങൾ ഓർമ്മ വന്നു. അതോടെ നിരഞ്ജന്റെ നെഞ്ചിൽ വാത്സല്യം നിറഞ്ഞു. ആര്യ, ആ വാത്സല്യം നെഞ്ചിൽ ഒതുക്കിക്കൊണ്ട് നിരഞ്ജൻ വീണ്ടും വിളിച്ചു. അവളൊന്ന് മൂളിക്കൊണ്ട് അവനെ നോക്കി. നമുക്കുടനെ കല്യാണം കഴിക്കാൻ വിടും. ഞാനെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഭർത്താവായി താൻ എന്നെ കാണണ്ട, ഫ്രണ്ടായി കണ്ടാൽ മതി. എനിക്കെന്തോ വേദ അവൾ കൂടെ വേണമെന്ന് തോന്നുക. നമ്മൾ രണ്ടാളും ഒരുമിച്ചാൽ അത് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അവൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്കും. ഇന്നലെ താൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് മോൾക്കാരൻ അസുഖം വരുത്തി വെച്ചത്. ഒരുപാട് വേദനിച്ച കുഞ്ഞല്ലേ ആര്യ അവൾ. ഇനിയും അവളെ വേദനിപ്പിക്കരുത്. ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ.
പക്ഷെ 6-7 വർഷം ലക്ഷ്മിക്കൊപ്പം ജീവിച്ചിട്ടും ഒരച്ഛനാവാനുള്ള ഭാഗ്യം ദൈവം തന്നില്ല. അത്രയും ഭാഗ്യദോക്ഷായ എനിക്ക് എന്റെ വേദമോളെ പോലെ അല്ല, മകൾ തന്നെയാണ്. അവളും കുഞ്ഞിയും എനിക്ക് വ്യത്യാസമില്ല. താനും അതൊന്നും മനസ്സിലാക്കണം. അത് നിൽപ്പ് നിന്നാണ് പറയുന്നതെങ്കിലും അവന്റെ ശബ്ദം ഇടറിയതും കണ്ണുകൾ കലങ്ങി ചുവന്നതും ആര്യ വ്യക്തമായി കണ്ടു. പ്ലീസ്, താൻ ശരിക്കും ആലോചിക്കുക. ഒന്നും മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്നവളോട് പറഞ്ഞിട്ട് കലങ്ങി ചുവന്ന കണ്ണുകൾ അവൾ കാണാതിരിക്കാൻ മുഖം തിരിച്ചു നിറഞ്ഞൻ. എനിക്ക് സമ്മതമാണ്. അഞ്ജുന്റെ വിവാഹത്തിനൊപ്പം തന്നെ നമുക്കും വിവാഹം കഴിക്കാം. എനിക്ക് എന്റെ കുഞ്ഞിന്റെ സന്തോഷത്തിൽ കവിഞ്ഞ് ഈ ലോകത്ത് മറ്റൊന്നുമില്ല. രഞ്ജു ചേട്ടൻ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല. അതുപോലെ ചേട്ടനെ സ്നേഹിക്കാനോ നല്ലൊരു ഭാര്യയെ ജീവിക്കാനോ എനിക്ക് കഴിയുമോ എന്നും അറിയില്ല. ഒരിക്കൽ അമ്പെ തോറ്റുപോയൊരു ഭാര്യയാണ് ഞാൻ. എങ്കിലും എന്റെ മോള്, അവളെ നിങ്ങൾ മനസ്സ് നിറഞ്ഞൊരു മകളായി സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. നിരഞ്ജനോട് സമ്മതം പറയുമ്പോൾ ആര്യയ്ക്ക് നെഞ്ചിൽ സങ്കടം കനത്തും. എങ്കിലും ആ സങ്കടം കണ്ണുനീരായി പുറത്തേക്ക് വരാൻ വിടാതെ തന്നെ അവൾ നിന്നും. നല്ലോണം ആലോചിച്ചിട്ടാണോ ആര്യ? ഉള്ളിൽ ഉയർന്ന സന്തോഷം മടക്കി പിടിച്ചുകൊണ്ട് നിരഞ്ജൻ തിരക്കി. ഇനി എനിക്ക് ഒന്നും ആലോചിക്കാനില്ല. എന്റെ വേദു, അവളുടെ സന്തോഷം അതെന്താണോ അതാണ് എന്റെ സന്തോഷം. അവൾക്ക് രഞ്ജു ചേട്ടന്റെ കൂടെ മാംഗല്യത്തിൽ വന്ന് താമസിക്കണം. അതിനി ഞാൻ ഇതിന് നിൽക്കുന്നില്ല. വിവാഹത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ രഞ്ജു ചേട്ടൻ ചെയ്തോളൂ. തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞിട്ട് അവൾ തിരികെ വേദുവിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ആര്യ, പോകാനായി തിരിഞ്ഞവളെ പിന്നിൽ നിന്ന് വിളിച്ചു നിരഞ്ഞൻ. എന്താ? മുഖം തിരിച്ച് അവനെ നോക്കിക്കൊണ്ട് അവളും തിരക്കി. വേദ നിന്റെ മാത്രം മകളല്ല ആര്യ, നമ്മുടെ മകളാണ്. ഇനി അങ്ങനെ നീ പറയാവൂ, ചിന്തിക്കാവൂ. പാനസിന്റെ ഇരുപോകത്തിലും കൈയും തിരികെ തലയെന്ന് ഒരു വശം ചെരിച്ചെന്ന് നിറഞ്ഞ ചിരിയോടെയാണ് നിരഞ്ജൻ പറഞ്ഞത്. അവന് കേട്ടിരുന്ന ആര്യ മെല്ലെ ആ മുഖത്തു നിന്ന് നോട്ടം മാറ്റി തലയാട്ടിക്കൊണ്ട് വേഗത്തിൽ വേദുമോളുടെ അടുത്തേക്ക് പോയി. വൈകിട്ടോടെയാണ് വേദുമോളെ ഡിസ്ചാർജ് ചെയ്തത്. നിരഞ്ജൻ തന്നെയാണ് ആ ഒരു വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അവർ എത്തുന്ന നേരത്തിനെ അവിയും വീട്ടിലേക്ക് വന്നിരുന്നു. പുറത്ത് കാറിന്റെ ഒച്ച കേട്ടതും അബിയും പിന്നാലെ നിവിയും അഞ്ചും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. വേദുട്ടി, എന്താ എന്റെ കുഞ്ഞിന്? പനി കൂടി തളർന്നു പോയോ മാമന്റെ കുഞ്ഞ്? കാറിൽ നിന്നിറങ്ങിയ വേദനം ചേർത്ത് പിടിച്ച നെറ്റിയിലും കഴുത്തിലുമൊക്കെ തൊട്ടു നോക്കിക്കൊണ്ട് അബി ചോദിച്ചു. സങ്കടം തിങ്ങിയ മുഖത്തോടെ അബിയുടെ വരൽ മുഖം ചായച്ചുകൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണ് മോളി. രാധികയും ആരെയും അവളുടെ വാടിയ മുഖത്തേക്ക് നോക്കിയെന്നതേയുള്ളൂ. വേദു, എന്താടാ കുഞ്ഞെ, വയ്യേ? അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അബി തിരക്കി. വേദമൾക്കൊന്നുമില്ല അബി, പനിയുടെ ഒരു ക്ഷീണം. അല്ലടാ. കാർ ഒതുക്കിയിട്ടിട്ട് അവർക്ക് അടുത്തേക്ക് വന്ന് നിരഞ്ജൻ അവളെ തറയിൽ നിന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും ക്ഷീണത്തോടെ അവളൊന്ന് മൂളിയതേയുള്ളൂ. വേദക്കുട്ടിയുടെ ഈ മുഖം തെളിയാനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട്. നീ വാബി, ഞാൻ പറയാം. വേദുവിന്റെ കയ്യിൽ പിടിച്ച് വീടിനുള്ളിലേക്ക് കയറുമ്പോൾ അബി നോക്കി കണ്ണെന്ന് ചിമ്മി ചിരിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. അബി അടുത്ത് നിൽക്കുകയായിരുന്ന രാധികയും മാരിയും ഒന്ന് നോക്കിയിട്ട് നിരഞ്ജന്റെ പിന്നാലെ വീടിനകത്തേക്ക് കയറി. മൂവരും പോന്ന് നോക്കിയിരുന്ന ആര്യയും രാധികയും അവിടെ പിന്നാലെ ചെന്നു. വേദയും ചേർത്ത് പിടിച്ച സെറ്റിലിരിക്കുന്ന നിരഞ്ജനെ ഒന്ന് നോക്കിയിട്ട് വേദുവിന്റെ മരുന്നുകളുമായി ആര്യ അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി. അബി, വേദയോട് എന്തോ ചോദിക്കാൻ തുടങ്ങിയ അബി നിരഞ്ജനെ വിളിക്കുന്ന കേട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അടുക്കളയിലേക്ക് പോവുകയായിരുന്ന രാധിക അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ അവിടെ തന്നെ നിന്നു. അഞ്ജുന്റെ വിവാഹത്തിനൊപ്പം ആരെയും ഞാനുമായുള്ള വിവാഹം കൂടെ നടത്താം. അതിന് എനിക്ക് മാരിക്ക് സമ്മതമാണ്. അധികം വളച്ചുകെട്ടൊന്നും ഇല്ലാതെ നിരഞ്ജൻ പറഞ്ഞതും വേദ ഞെട്ടലോടെ മുഖമുയർത്തി നിരഞ്ജനെ നോക്കി. രാധിക നിറഞ്ഞു പോയ കണ്ണുകളോടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് നെഞ്ചിൽ കൈ ചേർത്തു. അബി പുഞ്ചിരിയോടെ നിറഞ്ഞ മനസ്സോടെ സമ്മതം പോലെ തലയാട്ടി. സത്യാണോ? സത്യാണോ അങ്കിളെ? ചാടിപ്പിടഞ്ഞ മുഖമുയർത്തിയവൾ നിരഞ്ജനോട് തിരക്കി. അതേലോ, ഇനി ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞാ പിന്നെ എന്റെ വേദമോള് എന്നും മംഗളിനൊപ്പം മാംഗല്യത്തിലുണ്ടാകും. വേദുവിന്റെ നെറുകിൽ ചുണ്ടു ചേർത്ത് പറഞ്ഞിട്ട് അല്പം മാറി ഇതൊക്കെ കണ്ട് പുഞ്ചിരിയോടെ നിൽക്കുന്ന നിവിയെ നോക്കി കണ്ണ് ചിമ്മി നിരഞ്ജൻ. അപ്പോ നാളെ തന്നെ പോയി വേണ്ടതൊക്കെ വാങ്ങിയാലോ ഏട്ടാ? സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ നിവി ചോദിച്ചു. അതിന് മാത്രം എന്താ നിവി ഇനി വാങ്ങാനുള്ളത്? അവളുടെ ആ വെപ്രാളം കാണി പുഞ്ചിരിയോടെ അബി തിരക്കി. അതുകൊള്ളാം, താലിയും പിന്നെ പുടവയും വാങ്ങണം. ഏട്ടന് ഡ്രസ്സ് എടുക്കണം. ഇതൊന്നും അറിയാത്തതുപോലെയാണോ ജിത്തുവേട്ടൻ പറയുന്നത്? കണ്ണ് തുറപ്പിച്ച് അബിയെ നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് നിരഞ്ജന്റെ അടുത്ത് വന്നിരുന്നു നിവി. അതൊക്കെ നമുക്ക് ശരിയാക്കാം കുഞ്ഞെ. അവളുടെ മുഖത്തെ സന്തോഷം കാണാൻ നെഞ്ചിൽ നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞിട്ട് നിവിയുടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചു നിരഞ്ജൻ. പിറ്റേന്ന് രാവിലെ ഡ്രസ്സും താലിമാലയും ഉൾപ്പെടെ ആര്യയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാൻ നിരഞ്ജന്റെ ഒപ്പം നിവിയും വേദയും അഞ്ചും കൂടെയാണ് പോയത്. ആര്യ അന്നും പതിവ് പോലെ ഷോപ്പിൽ പോയി എല്ലാം വാങ്ങി ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് തിരികെ വരും വഴി ആര്യയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ സച്ചിയുടെ അമ്മയാണ് ഏൽപ്പിച്ചത്. അഞ്ജുവിന്റെ ബ്ലൗസും അവർ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സന്തോഷമായോ എന്റെ കുഞ്ഞിക്ക്? എല്ലാരെയും തിരികെ കൊണ്ടുവിട്ടിട്ട് പോകാൻ നേരം തന്നെ ചുറ്റിപ്പറ്റി നിന്ന നിവിയോട് ചേർത്ത് പിടിച്ചോണ്ട് നിരഞ്ജൻ തിരക്കി. നിരഞ്ജനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ മുഖം ചേർത്തുന്നുകൊണ്ട് നിവി മൂടി. സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് കണ്ണു നിറയ്ക്കുവാണോ കുഞ്ഞെ?
അവളെ തലയിൽ തലോടിക്കൊണ്ട് നിരഞ്ജൻ ചെറു ചിരിയോടെ തിരക്കി. ഈ കണ്ണുനീര് സന്തോഷം കൊണ്ടാണ് ഏട്ടാ. എന്റെ ഏട്ടന് കൂട്ടായി എന്നും ആരേച്ചയും വേദമൂളും ഉണ്ടാവുമല്ലോ. അതോർക്കുമ്പോ പോലും എനിക്ക് എന്ത് സമാധാനാണെന്നോ നിവി മെല്ലെ പറഞ്ഞു. ഇപ്പോഴും ഏട്ടൻ ഒറ്റയ്ക്കല്ലല്ലോ കുഞ്ഞേ, നമ്മുടെ ശാരദാമ്മയില്ലേ, പിന്നെന്താ? അവളെ തലമുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്തിട്ട് വാത്സല്യത്തോടെ ചോദിച്ചു നിരഞ്ജൻ. എനിക്ക് എന്റെ ഏട്ടൻ കുടുംബമായി ജീവിക്കുന്നത് കാണാം, അതും അങ്ങേറ്റ സന്തോഷത്തോടെ. ഏട്ടനെ സ്നേഹിക്കാനും സന്തോഷമാക്കി വെക്കാനും ചേച്ചിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നി. അതുപോലെ ചേച്ചിയെ സ്നേഹിക്കാനും കരുതലോടെ ചേർത്ത് പിടിക്കാനും എന്റെ ഏട്ടന് സാധിക്കുമെന്ന് എനിക്കറിയാം. എല്ലാത്തിനും ഉപരി പേര് അവളെ ഒരച്ഛന്റെ മനസ്സോടെ സ്വന്തമായി കണ്ട് സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഏട്ടനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പരസ്പരം മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയുന്നവർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് ഏട്ടനും കിട്ടണം. എന്റെ ഏട്ടന് സന്തോഷമുണ്ടെങ്കിൽ കുഞ്ഞി ഹാപ്പിയാകും. കാറിൽ ചാഞ്ഞുന്ന അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ടാണ് നിവി പറഞ്ഞത്. ഏട്ടനറിയാം എന്റെ കുഞ്ഞിയുടെ ഉള്ളിൽ ഏട്ടനോടുള്ള സ്നേഹം എത്രയാണെന്ന്. എന്റെ കുഞ്ഞിയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നന്നായി നടക്കും. അവളെ നെറ്റിൽ ചുണ്ടമർത്തിക്കൊണ്ട് പറയുമ്പോൾ തന്റെ ഹൃദയത്തിൽ കുഞ്ഞോടുള്ള അളവില്ലാത്ത സ്നേഹവും വാത്സല്യം നിറയുന്നത് നിരഞ്ജൻ അറിഞ്ഞു.